ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്ത ദൈവം. മറ്റൊരു പുതിയ മാസം, അതിൻ്റെ തുടക്കം ദൈവത്തിൻ്റെ കൃപയിൽ ആയിരിക്കുവാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിച്ചതിനാൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ പുതിയ മാസത്തെ ആരംഭിക്കാമോ? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇന്നത്തെ പകൽ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണ ഉണ്ടാകണമെന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുവിൻ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്നു, 10 വ്യക്തികൾ ഒരു ഗ്രാമത്തിൽ പാർത്തിരുന്നു. അവരിൽ കുഷ്ഠമുണ്ടായിരുന്നു. ആ കാലങ്ങളിൽ കുഷ്ഠരോഗം വരുന്നവർ സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടവരാ, ശപിക്കപ്പെട്ടവരാ. ഒരിക്കലും അവർ അവരുടെ സ്വന്തം ഭവനങ്ങളിലോ സ്വന്തം ദേശങ്ങളിലോ എന്തിന് അവരുടെ അടുക്കൽ പോലും വരുവാൻ യോഗ്യരായിരുന്നില്ല. അവർ പാളയത്തിൻ്റെ പുറത്ത് താമസിക്കണം. എപ്പോഴെങ്കിലും ആരെങ്കിലും വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണപ്പൊതികളോ ആഹാരങ്ങളോ ആയിരിക്കും അവരുടെ ആശ്രയം. അവർ മനുഷ്യൻ്റെ വെട്ടത്ത് വരുവാൻ സാധ്യമുണ്ടായിരുന്നില്ല. ഒരു നാൾ യേശു അതുവഴി പോകുന്നു എന്ന് കേട്ടപ്പോൾ ഈ കുഷ്ഠരോഗികൾ അവിടെ ദൂരത്ത് നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ എന്ന് വിളിച്ചു പറഞ്ഞു. ഭാഗ്യം, യേശു അവരുടെ നിലവിളിക്ക് മുന്നേ നിന്നു. അന്നും ഇന്നും എന്നും ഏത് സമൂഹത്തിൽ വെറുക്കപ്പെട്ടവൻ്റെയും പാപത്തിൻ്റെ കുഷ്ഠം ബാധിച്ചവൻ്റെയും രോഗത്താൽ തള്ളപ്പെട്ടവൻ്റെയും കരച്ചിലിൻ്റെ ശബ്ദം യേശുവിൻ്റെ കാതിൽ കേട്ടാൽ അവൻ നിൽക്കും. യേശു കർത്താവ് അവിടെ നിന്നും അവരോട് അടുത്ത വാക്യം പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുക. ആ കാലങ്ങളിൽ കുഷ്ഠം ശരിയായോ, അത് സൗഖ്യമായോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് ഡോക്ടറല്ല, മറ്റു വേറൊരു ലെപ്രസി ടെസ്റ്റല്ല, അത് നടത്തുന്നത് ദൈവാലയത്തിലെ പുരോഹിതനാണ്. ഇത് കാണിക്കുവാൻ പുരോഹിതൻ്റെ അടുക്കലോട്ട് പോകുമ്പോൾ ആ 10 പേരും സൗഖ്യമായി. യേശു അവിടെ പ്രാർത്ഥിച്ചില്ല, യേശു മറ്റൊന്നും അവർക്ക് വേണ്ടി ചെയ്തില്ല. നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കുക. യേശു ഒരു വാക്ക് പറഞ്ഞു, അവരതിനെ അനുസരിച്ചപ്പോൾ ആ മാത്രയിൽ അവരുടെ ശരീരങ്ങൾക്ക് സൗഖ്യം വന്നു. ഈ 10 പേരും സൗഖ്യം കിട്ടിയപ്പോൾ അവർ ചിലർ പുരോഹിതൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോയി. പെട്ടെന്ന് പുരോഹിതനെ കാണിച്ചിട്ട് അവരുടെ പ്രിയപ്പെട്ട, അവരുടെ കാത്തുനിന്ന വീട്ടിലേക്ക്, അപ്പൻ്റെ, അമ്മയുടെ, ഭാര്യയുടെ, കുഞ്ഞുങ്ങളുടെ നാളുകളായി വർഷങ്ങളായി കാണാതെ കിടന്ന അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ അതിൽ ഒരു മനുഷ്യൻ മാത്രം, അവൻ തനിക്ക് സൗഖ്യമായത് കണ്ട് നിലവിളിച്ചും കൊണ്ട് കരഞ്ഞും കൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അയ്യോ കർത്താവേ, ഞാൻ കുഷ്ഠരോഗിയായിരുന്നു, അങ്ങനെ സൗഖ്യമാക്കിയല്ലോ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ പാദത്തിങ്കൽ വീണു. അവൻ ദാനത്തെക്കാൾ ദാതാവിനെ സ്നേഹിച്ചു, സൗഖ്യത്തെക്കാൾ സൗഖ്യദായകനെ അവൻ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഒരു പുതിയ മാസം ദൈവം നമ്മൾക്ക് നൽകുമ്പോൾ നമുക്ക് ദൈവം പല നന്മകൾ നൽകിയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ജോലി, സമ്പത്ത്, ആരോഗ്യം, കുടുംബം, കുഞ്ഞുങ്ങൾ, ഭാര്യ, ഭർത്താവ്, മറ്റു പലതും ദൈവം, സഭ ഇല്ലെങ്കിൽ ദൈവവേലക്കാരെല്ലാം ദൈവം നൽകിയ നന്മകളായിരിക്കാം. അതിലെല്ലാം ഉപരി ദൈവത്തെ സ്നേഹിക്കുക. ആ മനുഷ്യൻ യേശുവിൻ്റെ പാദത്തിൽ വീണ്, കർത്താവേ നന്ദി, എന്നെ സൗഖ്യമാക്കിയതിനാൽ നന്ദി. പുഴുവരിച്ച് കിടന്ന, കുഷ്ഠത്തിൻ്റെ വടുക്കൾ നിറഞ്ഞു കിടന്ന ഒരു മനുഷ്യനും ഞാൻ വേണ്ടാതെയായിരുന്നപ്പോൾ ഞാൻ അങ്ങയോട് നിലവിളിച്ചു. അങ്ങ് എൻ്റെ നിലവിളി കേട്ട് എനിക്ക് സൗഖ്യം നൽകിയല്ലോ. മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ അങ്ങയുടെ പാദത്തിങ്കൽ വരികയാ. ആ ശബ്ദത്തിൽ നിന്ന്, ആ കണ്ണുകളിൽ നിന്ന്, ആ കരത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം കിട്ടിയത്. സോ ദൈവവചനം പഠിപ്പിക്കുന്നു, ബി ഗ്രാറ്റിറ്റ്യൂഡ് ടുവേഴ്സ്, നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കായി ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. നന്ദിയില്ലായ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപമായി ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരാണോ? എത്രയോ പേർ നമ്മളിലും ബലഹീനർ രോഗത്താൽ തീർന്നു പോയപ്പോൾ, മറ്റു പല വ്യാധികളിൽ തകർന്നു പോയപ്പോൾ, ആഹാരമില്ലാതെ ദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തു പോയപ്പോൾ ദൈവം നിന്റെ കുടുംബത്തെ ഓർത്തെങ്കിൽ അത് നിന്റെ കഴിവല്ല പ്രിയ സഹോദര
സഹോദര സഹോദരി, നീ ചെയ്ത വേറെ നന്മകളോ പുണ്യപ്രവൃത്തികളല്ല, ദൈവത്തിന് യേശു കർത്താവിന് നിന്നോട് തോന്നിയ കരുണയാകിയാൽ എത്രയോ ആളുകൾക്ക് ജോലികൾ നഷ്ടമായപ്പോൾ, എത്രയോ ആളുകൾ തകർച്ചയിലായപ്പോൾ, എത്രയോ ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കരയുമ്പോൾ നിന്റെ ഭവനത്തിൽ അത് നൽകിയ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മാസം നമുക്ക് ആരംഭിക്കാം. അടുത്ത മാസങ്ങളിൽ ദൈവത്തിൻ്റെ പൂർണ്ണതകളെ, നന്മകളെ അധികമായി കാണുവാൻ ദൈവം നമ്മളെ കുടുംബങ്ങളായി സഹായിക്കട്ടെ. ആ കുഷ്ഠരോഗം വന്ന ആ ശമരിയക്കാരനായ മനുഷ്യൻ യേശുവിൻ്റെ സന്നിധിയിൽ വന്നതുപോലെ ഈ പുതിയ പ്രഭാതത്തിൽ, ഈ പുതിയ മാസത്തിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ കൃപ നമ്മളോട് കൂടിയിരിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മളെ ശ്രേഷ്ഠമായി നടത്തട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട മാസം ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങൾക്ക് നേരുന്നു. ഈ മാസം നന്ദിയുള്ളവരായി ദൈവത്തിൻ്റെ കൃപയിലായിരിക്കുമ്പോൾ വിട്ടുപോയ, നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യമായി പോയ വാഗ്ദത്തങ്ങളെ ദൈവം പൂർത്തീകരിക്കുന്ന നാളുകളായിരിക്കട്ടെ. അതിന് യേശുവിൻ നാമത്തിൽ ആമേൻ.